അങ്ങനെ നമ്മുടെ സുഭാഷും സുധീഷും ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചും കൊണ്ട് വരികയാണ്. ആ സമയത്താണ് നമ്മുടെ വല്യച്ഛൻ ആദ്യം വരുന്നത്. വല്യച്ഛൻ ആദ്യം കാണുമ്പോൾ നമ്മുടെ സുധീഷാണെങ്കിൽ പേടിക്കുന്നുണ്ട്. ആരാ അതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ പറയുന്നത് അത് നമ്മുടെ വല്യച്ഛനല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവരാണിങ്ങനെ സംസാരിക്കുന്നുണ്ട്. വല്യച്ഛനെ കാണാതെ ഇങ്ങനെ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് വിചാരിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ വല്യച്ഛൻ തിരിച്ച് വിളിക്കുമെന്ന് പറയും. അതേപോലെ വല്യച്ഛൻ കുറച്ച് ഫ്രണ്ടിൽ പോയിട്ട് തിരിഞ്ഞ് വിളിക്കുന്നുണ്ട്. സുഭാഷേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്നിട്ട് തറവാട്ട് അമ്പലത്തിലത്തെ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോയി തൊഴുതോളാനൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ സമയത്താണെങ്കിൽ നമ്മുടെ സുധീഷ് ഇങ്ങനെ നിന്ന് ആലോചിക്കുന്നുണ്ട്. അവൻ പൈസ കൊടുത്തിട്ട് ഒരു സ്വാമിജിയെ നമ്മുടെ വല്യച്ഛൻ്റെ അടുത്തേക്ക് വിട്ടതും വല്യച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അയാൾ പറഞ്ഞത് ഞങ്ങളെ കുട്ടിയോടോട് നിങ്ങൾ തറവാട്ടമ്പലം വഴി ചോദിച്ചാൽ പറഞ്ഞു കൊടുത്തില്ല അല്ലെ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്വാമിജി ഒരുപാട് പേടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ആ സ്വാമിജിയോട് പറയുന്നുണ്ട് നമ്മുടെ വല്യച്ഛൻ ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ തറവാട്ടമ്പലത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കാമെന്ന് പറയണ്ട. അതൊക്കെ നമ്മുടെ സുധീഷിൻ്റെ പണിയായിരുന്നു. സുധീഷ് ഒരാൾക്ക് പൈസ കൊടുത്ത് സ്വാമിജിയായിട്ട് വേഷം കെട്ടിച്ചിട്ട് വല്യച്ഛൻ്റെ അടുത്തേക്ക് വിട്ടതായിരുന്നു. എന്തായാലും നമ്മുടെ സുഭാഷേട്ടൻ ആ വല്യച്ഛൻ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ എങ്ങനെ വല്യച്ഛന് പെട്ടെന്ന് മനസ്സ് മാറി ഇങ്ങനെ വഴിയൊക്കെ പറഞ്ഞു തന്നെ ഇപ്പോൾ എന്താ വല്യച്ഛനെ പറ്റിയാൽ അതൊക്കെ ഞാൻ ചെയ്ത പണിയാണെന്ന് പറഞ്ഞപ്പോൾ നീയോ ഒന്ന്. അപ്പം സുധീഷ് എന്തായാലും ആ കള്ളത്തരം പറയില്ല നമ്മുടെ സുഭാഷേട്ടനോട്. ഒന്നുമില്ല ഏട്ടാ, നമ്മുടെ വല്യച്ഛൻ്റെ മനസ്സ് മാറിയായിരിക്കും, നിങ്ങൾ കുറേ സുനന്ദേനൊക്കെ സഹായിച്ച് കല്യാണം കഴിപ്പിച്ചതല്ലേ, അതുകൊണ്ട് മനസ്സ് മാറിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്തായാലും രണ്ടാളും വീട്ടിലേക്ക് നടക്കുന്നുണ്ട്. എന്തായാലും വീട്ടിലേക്ക് പോയിട്ട് നമ്മുടെ തറവാട്ട് അമ്പലമൊക്കെ വഴി ഇറങ്ങി എന്നൊക്കെ പറയുന്നത് നമ്മുടെ നിധിയോട് എല്ലാവരും നാളെ രാവിലെ പുറപ്പെടാം, എല്ലാവരും വേണ്ട ഡ്രസ്സൊക്കെ എടുത്തോളി എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് നമ്മുടെ ചാന്ദിനീനെ എന്താ ചെയ്യാന്ന് ചോദിക്കുന്നത് നമ്മുടെ സുധീഷ്. അവളെയും കൊണ്ടുപോകാമെന്ന് പറയുന്നത് നമ്മുടെ നിധി. എന്നാൽ ഇവിടെ അവർ വന്ന് തിരഞ്ഞ് അവിടുത്തെ ആൾക്കാർ വന്ന് തിരയുമ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ അവർ മടങ്ങിപ്പോയി, ഇനി അഥവാ ഇവിടെ വന്ന് നോക്കിയാൽ ഇവിടെ ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ആയിക്കോട്ടെ ചാന്ദിനിയോട് സമ്മതം ചോദിക്കുന്നുണ്ട്. ചാന്ദിനിയും വരാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരും നാളെ രാവിലെ പോകാൻ റെഡി ആവുന്നുണ്ട്. ആ സമയത്ത് ഭാസ്കരനോട് പറയുന്നുണ്ട് നമ്മുടെ സുഭാഷേട്ടെ അച്ഛാ വഴി അറിഞ്ഞു കിട്ടുമോ, തറവാട്ടമ്പലം എവിടെയെന്ന് അറിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാസ്കരനാണെങ്കിൽ കൃത്യമായിട്ട് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുക. അതല്ലേ അവിടെ അല്ലേ, അപ്പം ഞങ്ങൾ നിങ്ങളോട് മാറി മാറി ചോദിച്ചതല്ലേ എവിടെ തറവാട്ടമ്പലം, അപ്പം എന്താ നിങ്ങൾക്ക് പറയാം, അപ്പം എനിക്ക് പറയാൻ മനസ്സുണ്ടായിരുന്നില്ല പറഞ്ഞിട്ട്. നിധി പറഞ്ഞു എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഭാസ്കരനോടും വരാൻ പറഞ്ഞിട്ട് എല്ലാവരും നാളെ രാവിലേക്ക് ഒരുങ്ങുന്നുണ്ട്. രാവിലെ നമ്മളേക്ക് എല്ലാവരും റെഡി ആവുന്നുണ്ട്. റെഡി ആയിട്ട് വണ്ടിയൊക്കെ വരുന്നുണ്ട്. നമ്മുടെ സുധീഷ് വണ്ടിയും കൊണ്ടൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ഓരോരോ സാധനമൊക്കെ പാക്ക് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. നമ്മുടെ ഭാസ്കരനാണെങ്കിൽ നാളികേരമൊക്കെ ഉടച്ചിട്ട് അങ്ങനെ അവർ യാത്ര പുറപ്പെടുകയാണ് തറവാട്ടമ്പലത്തേക്ക്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.